നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീകാന്തും വർഷയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ പിന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോയി സംസാരിക്കുക. ഇനിയിപ്പോൾ അച്ഛൻ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞേ. ഇനിയിപ്പം നാളെ ഒരു കാലത്ത് ശ്രീകാന്തിന് ഒരു കുറ്റബോധം തോന്നരുതെന്ന് പറയാണ്. ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചു, വർഷ പറഞ്ഞതിലും കാര്യമില്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശ്രീകാന്ത് ഇവിടെ നമുക്ക് നോക്കാമെന്ന് പറയാണ്. ആ സമയം വർഷ പറഞ്ഞു, അതെ ഇനി അധികം നാളെങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലിരിക്കും, ആ വിക്രത്തിൻ്റെ കയ്യിൽ. നമ്മൾ പിന്നെ അവൻ്റെ മുന്നിൽ ചാൻസ് നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം. ശ്രീകാന്ത് ചെയ്യുന്ന ജോലി നിർത്തി എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ പോയി ആലോചിച്ചു. ശരിയാണ്, വർഷ പറയുന്നതിലും കാര്യമുണ്ട്. ഒരു പക്ഷേ നാളെ അച്ഛൻ 2 അറ്റാക്ക് വന്നോ, 1 അറ്റാക്ക് കൂടെ വരുവാണെങ്കിൽ അച്ഛൻ ചിലപ്പോൾ അതോടുകൂടി തീർന്നു പോകും. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് വേദയ്ക്കും തുല്യ അവകാശമാണ് ഉള്ളത്. അതിനു മുമ്പ് തന്നെ അച്ഛൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശ്രീകാന്ത് നേരെ ശങ്കരനാരായണൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ശങ്കരനാരായണ ഇങ്ങനെ കണ്ണുറന്നിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കിടക്കുക. പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴാണെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ആ സമയത്ത് പത്മ മുറിയിലുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ശങ്കരനാരായണൻ ചോദിച്ചു, എന്താടാ നീ എന്താ ഈ സമയത്തിന് ചോദിക്കുക. അത് പിന്നെ അച്ഛൻ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ മോനെ, ഇപ്പം നല്ല കുറവുണ്ടെന്ന് പറയണം. അല്ല നീ എന്താ വന്നേന്ന് ചോദിക്കുകയാണ്. എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നല്ലോ, നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്ന് പറയാണ്. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, ഞാനിങ്ങനെ വെറുതെ ഓരോന്നൊക്കെയിരുന്ന് ആലോചിക്കുമായിരുന്നു പറയണേ. എന്താ ആലോചിച്ചു? അല്ലച്ചാ, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. ചെയ്യേണ്ട കാര്യങ്ങളോ? അല്ല ഇപ്പം സ്ഥാപനങ്ങളൊക്കെ അല്ല അച്ഛൻ്റെ പേരിൽ തന്നെയല്ലേ കിടക്കണത്. ഇപ്പം അച്ഛന് വയ്യാതെ വരുമല്ലേ, അപ്പം അച്ഛന് വയ്യാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നോക്കി നടത്താനായിട്ട് അച്ഛനെ കൊണ്ട് സാധിക്കുമോയെന്ന് ചോദിക്കുക. എടാ അതിന് എനിക്കിപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അത് അച്ഛൻ പറയും. പക്ഷെ അച്ഛൻ ഇപ്പം നല്ല വയ്യായികയുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ അതൊക്കെ അത്രയും വലിയ ഭാരം തല ചുമന്നു നടക്കേണ്ട കാര്യമുണ്ടോ? അച്ഛന് എൻ്റെയും ദീപ്തിയുടെയും പേരിലേക്ക് അതൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കൂലേന്ന് ചോദിക്കുക. സ്ഥാപനങ്ങളൊക്കെ എൻ്റെ പേരിലേക്ക് എഴുതി വെക്കുക, ഞാനതെല്ലാം നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാം എന്ന് പറയണം. അച്ഛൻ ഇനിയിപ്പോൾ അതിനകത്തേക്ക് തലയിടാൻ പോകണ്ട. അച്ഛൻ അത്രയും വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ തലയെ വലിച്ചു വെക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാൻ അറിയാമെന്ന് പറയണം. അത് കേട്ട് ശങ്കരനാരായണൻ പറഞ്ഞു, അതെ എനിക്കിപ്പോൾ എന്താണല്ലോ ഒരു കുഴപ്പമില്ല ശ്രീകാന്തേ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്താടാ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഓർത്തുണ്ട് നേരത്തെ എഴുതാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, ഡോക്ടർ പറഞ്ഞു കാണുമായിരിക്കില്ലേ ഇനി ഒരു അറ്റാക്ക് കൂടെ താങ്ങാൻ എനിക്ക് പറ്റില്ല എന്ന്. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുൻകൂർ ചെയ്ത് വെക്കാനായിട്ട് ഉപദേശമായിട്ട് വന്നാണോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്തോട് അച്ഛ അങ്ങനെയൊന്നും ഇല്ല. എടാ ഈ ബുദ്ധി ഉപദേശം നിന്റെ ഭാര്യയാണോന്ന് ചോദിക്കുക. വർഷം എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛനറിയാലോ മനുഷ്യന്റെ കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്. അതേടാ അതന്നെ എനിക്ക് പറയാനുള്ളേ, ആ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട, നീ പോയിക്കോ. പിന്നെ എഴുതേണ്ട കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ ഞാൻ എഴുതി വെച്ചോളാന്ന് പറയണം. അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറയണം. പിന്നെ സ്ഥാപനങ്ങളൊക്കെ ഇപ്പം എന്താണ് തക്കാലത്തേന് നീ തന്നെയല്ലേ നോക്കി നടത്തുന്നേ, പിന്നെ എന്താ ഇപ്പം നിനക്ക് കുഴപ്പമിരിക്കണേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അച്ഛാ ഞാൻ നിന്റെ പേരിലേക്ക് എല്ലാം വരണമായിരിക്കും ഇല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. നീ ഇപ്പം തൽക്കാലത്തേക്ക് പോ ശ്രീകാന്തേ, സമയമുണ്ടല്ലോ, വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ഇങ്ങനെ മനസ്സിൽ കരുതി, അപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് തന്നെ താൻ മരിച്ചു പോകുന്നു ചിലപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ചിന്ത കാണുമായിരിക്കും. അപ്പം സ്വത്തുക്കളൊക്കെ ഇനിയിപ്പോൾ ഇവൻ്റെ പേരിലേക്കും ദീപ്തിയുടെ പേരിലേക്കും ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വേദയ്ക്കൊന്നും കൊടുക്കാൻ പാടില്ല, അതാണ് ഇപ്പോഴത്തെ പ്രധാന ഉദ്ദേശം. അതെന്നാളും ഒരിക്കലും നടക്കാൻ പോകുന്നതല്ലല്ലോ. എന്താണെങ്കിലും ഉടനെ ഒരു വക്കീലിനെ കാണും, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. ഇതിനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് ശങ്കരനാരായണന് തോന്നി. ഒരു പക്ഷേങ്കിൽ തനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞാൽ ഇനി എപ്പോൾ ഏത് നിമിഷം അടുത്ത അറ്റാക്ക് വരുന്നതെന്നും പറയാൻ പറ്റില്ല. ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പത്മ എങ്ങോട്ടേക്ക് വന്നു. പത്മ വന്നിട്ട് എന്താ ശങ്കരേട്ടാ? ശങ്കരേട്ടൻ ഭയങ്കര ചിന്തയിലാണല്ലോ. ഈ ചായ കുടിക്കാൻ പറയണം. എനിക്ക് വേണ്ടാന്ന് പറയണം. എന്താ ശങ്കരേട്ടൻ ഇങ്ങനെ എന്തേലുമൊക്കെ ഒന്ന് കുടിക്കോ കഴിക്കോ എന്തേലും ചെയ്യുക. ശങ്കരേട്ടനാണ് വൈകുന്നേരം ആഹാരം പോലും ശരിക്കും ഒന്നും കഴിച്ചിട്ടില്ലോ എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല പത്മയെന്ന് പറയണം. ഇങ്ങനെ പോയിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞേക്കുന്ന എന്താ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ, ആരോഗ്യം വീണ്ടും എടുക്കേണ്ടതല്ലേ, പഴയതുപോലെ എഴുന്നേറ്റ് നടക്കണ്ടാക്കിയല്ലേന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ മനസ്സൊക്കെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കണം എന്ന് പറയും. പിന്നെ ഞാൻ ശങ്കരേട്ടനെ ആദ്യമായിട്ടല്ലേ കാണുന്നേ എന്നൊക്കെ പറയാണ്.
പിന്നീട് പിറ്റേ ദിവസം നേരം വെളുക്കാറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വേദയ്ക്കാണെങ്കിൽ വേദന കൊണ്ട് ഒരു രക്ഷയില്ല. വേദനയായിട്ട് കാലിങ്ങനെ അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് വിക്രം എഴുന്നേറ്റ് നോക്കണം. അപ്പം വിക്രം നിലത്ത് പായൊക്കെ പിരിച്ചാൽ കിടന്നിരുന്നത്. അങ്ങനെ വിക്രം എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ വേദയാണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കണം. എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു ഭർത്താവെന്ന് പറഞ്ഞൊരു കോന്തനുണ്ട്. ഒരു വേദന വന്നാൽ പോലും നോക്കത്ത് പോലുമില്ല. അവനവന് വരണം ഇതൊക്കെ മനസ്സിലാണെങ്കിൽ എന്നൊക്കെ വേദന പിറുപിറുക്കുന്നുണ്ട്. വിക്രം അത് കേട്ടു. വിക്രം പിന്നീട് എഴുന്നേറ്റ് വെച്ചു, അതെ നല്ല വേദനയാണ് നിൽക്കുക. നല്ല വേദനയല്ല, നല്ല സുഖമുള്ള വേദനയാണ്. ഭയങ്കര സന്തോഷമാണ്. എനിക്ക് സന്തോഷം അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുഖം കണ്ട അറിഞ്ഞുകൂടെയെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, വേതാളം മര്യാദയ്ക്ക് ഇരിക്കണം, അതുകൊണ്ടല്ലേന്ന് ചോദിക്കും. അതെ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കാത്തതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. എല്ലാം എൻ്റെ കുഴപ്പം തന്നെയാന്ന് പറയണം. എൻ്റെ വിക്രു, നീ എന്തേലും ഒന്ന് ചെയ്യാൻ നോക്കി. എൻ്റെ കാല് വേദന എടുത്തിട്ട് രക്ഷയില്ല. കാലൊന്ന് തിരുമ്മിത്തരൂ, എന്തേലും ചെയ്യാൻ പറയണം. ഓഹോ, നിന്റെ കാല് ഞാൻ തിരുമ്മി തരണം അല്ലേ? അതെ, എൻ്റെ കാല് തിരുമ്മി തന്നാൽ എന്തോ കുഴപ്പമെന്ന് ചോദിക്കും. മനുഷ്യന് വേദന എടുത്തിരിക്കുമ്പോഴാണ്, അല്ല വേറുള്ളവർക്കാ വരുന്നെങ്കിൽ ഇപ്പം ഇവിടെ കിടന്ന് കാണാനും എന്തൊക്കെ പ്രകടനങ്ങൾ കാഴ്ചവെക്കണേന്ന് എന്നൊക്കെ പറയണം. അവസാനം വിക്രം പോയി എന്ത് ചെയ്യണം, ഒരു ബാം എടുത്തോണ്ട് വന്ന് വേദയുടെ കാല് തിരുമ്മി കൊടുക്കുകയാണ്. അങ്ങനെ കാലൊക്കെ നന്നായി തിരുമ്മിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു, ഒന്ന് പതുക്കെ തിരുമ്മാൻ പറയണം. ഇതെന്താ വിക്രം ഇത്? ആ കൈയിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ടുണ്ടെങ്കിൽ കാല് ഒടിഞ്ഞു പോലെന്ന് പറയാം. ഒരു മയത്തിലൊക്കെ ചെയ്യണം, എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതെ ഇത്തിരി വേദനയൊക്കെ നല്ല വേദനയില്ലാതെ ഇത് കുറയത്തില്ല എന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുവാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് വിക്രം പതുക്കെ കാലിങ്ങനെ തിരുമ്മി കൊടുക്കുക. വേദയ്ക്ക് ഒരു ഇച്ചിരി ആശ്വാസം തോന്നി. അപ്പോഴേക്കും നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കമല രാവിലെ എഴുന്നേറ്റ് നേരെ വിക്രത്തിൻ്റെ വേദയുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പോൾ വേദയ്ക്ക് തലേദിവസം കാല് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കമല ചൂട് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ആഹാരം കാര്യങ്ങളൊക്കെ മുറിയിൽ കൊണ്ട് കൊടുക്കുകയതേ. അങ്ങനെ കമല വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും വിക്രം വേദയുടെ കാല് തിരുമുന്ന കാഴ്ച കണ്ടേ. ഒരു നിമിഷം കമല നോക്കി നിന്നു. പിന്നീട് കമല അങ്ങോട്ട് വരുവാണ്. ആഹാ കൊള്ളാലോ, ഇങ്ങനെ തന്നെ വേണം. ഇതേ ഭർത്താക്കന്മാരാണ് ഇങ്ങനെയാ, ഭാര്യമാർക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഒന്ന് ശുശ്രൂഷിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അത് പിന്നെ അമ്മ ഇവള് വേദനയാന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി, വേദനയാന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ എടാ അവിടെ ഒന്നും നിനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വേണ്ടമ്മേ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യം ഇന്നൊന്നുമില്ല, ഇതൊന്ന് തിരുമ്മിയാൽ മാറാവുന്ന കാര്യമുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതിന് മാത്രം വലിയ കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും എന്ന് പറയാം. പിന്നെ കുഴപ്പം കാണത്തില്ല പോലും, അത് നീയാണോ തീരുമാനിക്കണമെന്ന് ചോദിക്കും. മര്യാദയ്ക്ക് നന്നായിട്ട് അങ്ങ് തിരുമുവാണെങ്കിൽ അവളുടെ വേദനയൊക്കെ കുറയും. അതെങ്ങനെയാ, നിനക്കിതിന് വല്ല സമയമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. വിക്രം പറഞ്ഞു, പിന്നെ എനിക്ക് നേരത്തെ തിരുമലല്ലായിരുന്നോ പണി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, എടാ തിരുമലാണ് പണിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിനക്ക് വന്നാലും വേദയാണെങ്കിലും കാലൊക്കെ തിരുമ്മി തരില്ലേ, അത് നിന്റെ കടമയല്ലേന്ന് ചോദിക്കുക. അതുപോലെ തന്നെ വേദയ്ക്ക് വന്നാലും നീ ചെയ്ത് കൊടുക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. അതെല്ലാം കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഇവള് വേദന കൊണ്ട് പൊളയുന്നുണ്ടപ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നൊക്കെ പറയണം. എന്നാലും നല്ല കാര്യമാണ്, അത്രയെങ്കിലും ചെയ്ത് കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് കമല അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. വിക്രം പറഞ്ഞു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ ചോദിച്ചു, എന്തിന് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? അമ്മ പറഞ്ഞിട്ട് ശരിയായിട്ടുള്ള കാര്യമല്ലേ? വിക്രത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുമ്പി തരില്ല കാലൊക്കെ, അതുപോലെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിക്രം അല്ല എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഒന്നുമല്ലേലും ഒരു 3-4 തവണ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയതല്ലേന്ന് ചോദിക്കും. തുടക്കം കേട്ട് ഞാൻ വിക്രത്തിന് ദേഷ്യമായി. പിന്നീട് വിക്രം രാവിലെ കുളിച്ചൊരുങ്ങി പോകുന്ന സമയത്ത് വേദ ചോദിച്ചു, എങ്ങോട്ടേക്കാന്ന് ചോദിക്കുക. എങ്ങോട്ടേക്കാന്ന് നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വിക്രം പോയി. വിക്രം നേരെ ശ്രീനിവാസനെ കാണാനായിട്ടാണ് പോയത്. അപ്പോൾ ശ്രീനിവാസനെ കണ്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വിക്രം ശ്രീനിവാസൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം വിളിച്ചിട്ട് കോളും എടുത്തില്ല. അപ്പോൾ ശ്രീനിവാസൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെന്നായിരുന്നു. അങ്ങനെ കാണാതെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വിക്രം രാവിലെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുളിക്കനാണ് ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. ആ വിക്രമോ, അല്ല കഴിഞ്ഞ ദിവസം എവിടെ പോയായിരുന്നു, അവിടെ വന്നിട്ട് കണ്ടൊന്നും ഇല്ലെന്ന് പറയണം. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുളിക്കനോട് പറയണോ വേണ്ടേന്ന് ആലോചിച്ചു. പിന്നെ ഓർത്ത് വേണ്ടാന്ന് ആലോചിക്കുകയാണ്. അതിനുശേഷം നേരെ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ശ്രീനിവാസൻ ചോദിച്ചു, നീ എന്താടാ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കായിരുന്നേ? നിന്റെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കിട്ടുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയണം. അത് പിന്നെ സാറേ ഫോൺ ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നുപോയെന്ന് പറയണം. ആഹാ അത് കൊള്ളാലോ, എന്നിട്ട് നീ എന്താ പിന്നെ ഫോൺ എടുക്കാൻ പോയതേ ഇല്ലെന്ന് ചോദിക്കണം. അത് പിന്നെ ഫോൺ എടുക്കാൻ പോകാൻ പറ്റിയില്ല എന്ന് പറയണം. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു അവിടെ ഇരുന്ന്. പിന്നെ ഇന്നലെ ഞാൻ പോയി ഫോൺ എടുത്തതെന്നൊക്കെ പറയാം. അല്ല സാറിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അതെന്തിനാന്ന് ചോദിക്കുക. അത് പിന്നെ നിന്നെ 2 ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ കാരണം എന്നറിയത്തില്ലോ, അതുകൊണ്ടാന്ന് പറയണം. ഇനിയിപ്പം ഞാൻ നിന്നെ പോലീസ് ലോക്കപ്പിൽ വന്ന് ഇറക്കാത്തതിൻ്റെ ദേഷ്യം നിനക്ക് എന്നോട് കാണുമായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നീ എന്നോടത്ത് വരാത്തതെന്ന് ഞാൻ കരുതി എന്ന് പറയണം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല സാറേ, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലെന്ന് പറയണം. പിന്നെ ഞാൻ നിരപരാധിയാന്ന് തെളിഞ്ഞല്ലോ.
അത് തന്നെ മതി എന്ന് പറയണം. അത് കേട്ട് ശ്രീനിവാസൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു നീ ഒരു തെറ്റും ചെയ്യില്ലാന്ന്, നീ നിരപരാധിയാന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. പിന്നെ അറിയാലോ, ഞാൻ നിന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പത്രക്കാരും ടി വിക്കാരും എല്ലാം വലിയ ന്യൂസായിട്ട് ഏറ്റെടുക്കും. പിന്നെ ഇലക്ഷൻ്റെ ടൈമല്ലേ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വരായിരുന്നത്. പക്ഷെ എനിക്കറിയായിരുന്നു നീ നിരപരാധി ആയതുകൊണ്ട് നീ പുറത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ ശ്രീനിവാസൻ പറയണം. അപ്പോഴേക്കും സുധ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് 2 ചായയൊക്കെ ആയിട്ടും കൂടെ വന്നിട്ട് വിക്രത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇതാ വിക്രം കുടിക്കാൻ പറയണം. വേണ്ട ചേച്ചി എന്ന് പറയണം. ഈ സമയത്ത് സുധ പറഞ്ഞു, അതെന്താ നീ കുടിക്ക് വിക്രം എന്ന് പറയണം. ഈ സമയത്ത് വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വിക്രത്തിന് മനസ്സിലേക്ക് വന്നേ. ഒരു പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസം താൻ ശ്രീനിവാസ് സാറിനെ കാണാൻ വന്നപ്പം ഇവർ പറഞ്ഞു ഇവിടെ ഇല്ലയെന്ന്. പക്ഷെ സാർ ഇവിടെ ഉണ്ടായിരുന്നു. അത് സാറിനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പക്ഷെ വേണ്ട, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും, ചേച്ചീനെ കുറ്റപ്പെടുത്തി സംസാരിച്ച പോലെ തോന്നില്ല സാറിന്. വേണ്ട, അത് പറയണ്ടെന്ന് തന്നെ കരുതുവാണ്. സുധയുടെ മനസ്സിലിരിപ്പ് വേറെയായിരുന്നു. കാരണം വിക്രത്തിനെ ഇവിടെ ശ്രീനിവാസൻ്റെ കൂടെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കുറച്ച് പൈസയൊക്കെ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്നും കിട്ടുന്നില്ല. ഇപ്പം വിക്രം ഇറങ്ങാത്തതുകൊണ്ട് വിക്രം ചെന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പലിശയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും വിക്രത്തെ ശ്രീനിവാസൻ്റെ കൂടെ ഒരു ഗുണ്ടയായിട്ട് നിർത്തണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സുധ വീണ്ടും വിക്രത്തെ അങ്ങോട്ട് അടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് സുധ പറഞ്ഞു, എന്ത് ചെയ്യാനാ വിക്രം, നീ ഇല്ലാത്തതുകൊണ്ട് സാറിനാണ് ആഹാരം പോലും നേരെ ചൊവ്വേ കഴിക്കാറില്ല. നിന്നെ 2 ദിവസം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എത്രമാത്രം വിഷമാണെന്നറിയാവോ. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, വിക്രം വരാത്തതുകൊണ്ടുള്ള വിഷമാണെന്ന് എന്നോട് പറഞ്ഞേ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞത് വരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നേ. പിന്നെ എനിക്ക് സാറിനോട് ദേഷ്യം മറ്റൊന്നും ഇല്ല ചേച്ചി എന്നൊക്കെ പറയണം. ശ്രീനിവാസൻ പറഞ്ഞു, അത് പിന്നെ എനിക്കറിയരുതോ, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് വിക്രം പോരുന്നത്. പിന്നീട് കമലയെ അച്ഛമ്മ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്താണ് വേദയുടെ കാലുളിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, അശോ ഞാൻ അവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്ന മോളുടെ കാല് തിരുമ്യാനെന്നൊക്കെ പറയാം. അല്ല എന്ത് ചെയ്യാൻ പറ്റും, എന്നാൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മേലായിരുന്നു. അതെങ്ങനെ മോളോട് ഞാൻ പറഞ്ഞ പോകുന്ന കാര്യത്തെക്കുറിച്ച്, പക്ഷേ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു പറയാം. അതേ കമലെ, നീ അവൾക്കൊന്ന് കൊണ്ട് ഫോൺ കൊടുത്തേന്ന് പറയാണ്. അങ്ങനെ ഫോൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ ചോദിച്ചു, എന്താ മോളെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ എന്ന് പറയണം. അത് പിന്നെ അച്ഛമ്മ എൻ്റെ ഫോൺ കേടായിട്ടിരിക്കും അതാന്ന് പറയണം. നന്നാക്കാൻ കൊടുക്കണമെങ്കിൽ ഇനിയിപ്പം ഞാൻ പുറത്ത് പോകണ്ടേ, കാര്യം മേലാത്തോണ്ടാന്ന് പറയണം. അല്ല നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പം? കമല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം, അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞതെന്ന് പറയാം. സാരമില്ല മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അച്ഛമ്മ കോള് കട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അച്ഛമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, കാരണം വേദയ്ക്ക് നല്ല സങ്കടമുണ്ട്. 2 കുടുംബക്കാരും തമ്മിൽ ഒന്നാവണം. വേദയുടെ മനസ്സിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നൊക്കെ അച്ഛമ്മ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.